അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തുവാനുള്ള റിപ്പോർട്ട് കൈമാറി. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ കളക്ടർക്കാണ് റിപ്പോർട്ട് കൈമാറിയത്. വധശ്രമം ഉൾപ്പെടെ 23 കേസുകളാണ് അർജുൻ ആയങ്കിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, നേരത്തെ തന്നെ ഈ ആയങ്കിക്കെതിരെ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നുണ്ടായിരുന്നു. പോലീസിനെ വെല്ലുവിളിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങൾ എന്താണ്? നിയമവാഴ്ചയെ വെല്ലുവിളിച്ച് അറസ്റ്റിലായ അർജുൻ ആയങ്കിക്കെതിരെ നിയമക്കുരുക്ക് ശക്തമാക്കുകയാണ് പോലീസ്. എന്തായാലും വധശ്രമം ഉൾപ്പെടെ 23 കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കിക്കെതിരെ പ്രാഥമിക റിപ്പോർട്ട് ഇത്തരത്തിൽ വളപട്ടണം പോലീസ് കഴിഞ്ഞ ആഴ്ച തന്നെ ജില്ലാ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് കാവ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക റിപ്പോർട്ട് ഇപ്പോൾ കളക്ടർക്ക് കൈമാറിയിരിക്കുകയാണ്. പോലീസിന്റെ ശുപാർശ ഈ കളക്ടർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുറ്റവാളിയെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം കളക്ടർ കാപ്പ ചുമത്താനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കും. ഈ റിപ്പോർട്ട് പരിശോധിച്ച് വരികയാണെന്നാണ് ഇപ്പോൾ കളക്ടർ പി വിഷ്ണുരാജ് അറിയിച്ചിട്ടുള്ളത്. അർജുൻ ആയങ്കിക്കെതിരെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ 23 കേസുകളാണ് ഉള്ളത്. ഇതിൽ 12 എണ്ണം വളപട്ടണം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. എന്തായാലും 2014 മുതൽ 18 വരെയുള്ള കാലയളവിലാണ് ഈ 12 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വളരെ ഗൗരവപൂർവ്വമായിട്ടുള്ള വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളുണ്ട്. സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപ പരാമർശം നടത്തിയതുൾപ്പെടെ കേസുകളാണ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ആഭ്യന്തരമന്ത്രിയെയും കേരള പോലീസിനെയും സമൂഹ മാധ്യമങ്ങളിലൂടെ വെല്ലുവിളിച്ചതിന് ഈ മാസം 9-ാം തീയതിയാണ് ഈ പ്രതി പിടിയിലായത്. ഇതിനുശേഷം ഇയാൾക്കെതിരെയുള്ള കുരുക്ക് പോലീസ് മുറുക്കുകയായിരുന്നു. എന്തായാലും ഈ റിപ്പോർട്ട് സമർപ്പിച്ചാൽ പോലും ഈ കുറ്റവാളിയുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലം, കുറ്റകൃത്യം, എത്ര തരം കേസുകളിലെ പ്രതിയാണ്, ലഭിക്കാവുന്ന ശിക്ഷയുടെ കാഠിന്യം, ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഈ കാപ്പ ചുമത്തുന്ന നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. എന്തായാലും കളക്ടറുടെ തീരുമാനം ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംസ്ഥാന റിവ്യൂ കമ്മിറ്റിയും അംഗീകരിക്കണം. സാധാരണ നിലയിൽ ഈ കളക്ടറുടെ തീരുമാനം ഈ റിവ്യൂ കമ്മിറ്റി അംഗീകരിക്കുകയാണ് പതിവ്. എന്തായാലും റിവ്യൂ കമ്മിറ്റിയുടെ തീരുമാനം വരും മുമ്പേ തന്നെ ഈ കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ ആയങ്കിയെ പോലീസിന് ജയിലിൽ അടയ്ക്കാനുള്ള വകുപ്പുകൾ ഉൾപ്പെടെ ഈ കാപ്പ നിയമത്തിലുണ്ട്. എന്തായാലും പോലീസ് കുരുക്ക് മുറുക്കുകയാണ്. അർജുൻ ആയങ്കിയെ എല്ലാ വിധേനയും പൂട്ടാൻ തന്നെയാണ് തീരുമാനം. ഈ കേസുകളുടെ സ്വഭാവം ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള നിയമം ശക്തമാക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ആഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ റിവ്യൂ കമ്മിറ്റിക്ക് ഈ കളക്ടർ ഈ ശുപാർശ നൽകുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും അർജുൻ ആയങ്കിയെ പൂട്ടാൻ തന്നെ പോലീസ് ഒരുങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതുമായി ബന്ധപ്പെട്ട 2ാം ഘട്ട നടപടികളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വളപട്ടണം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക കേസ് ഹിസ്റ്ററി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നൽകിയിരുന്നു. അത് പോലീസ് പഠിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് കാപ്പ ചുമത്തുന്നതിനുള്ള ശുപാർശ ഇത്തരത്തിൽ കളക്ടർക്ക് ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. രാജേഷ്.